Good afternoon. Good afternoon, ma'am. Good afternoon. Good day, എല്ലാവരും. Good afternoon. Good afternoon, ma'am. Good afternoon. ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ ഓപ്പൺ ആക്കാൻ വൈകിയത്. ബുദ്ധിമുട്ടുണ്ട്. ഈ ഷെയർ ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് മെഡിക്കൽ കോഡാണ് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽ എമർജൻസി കോഡാണ്. അതിന്റെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഷെയർ ആകുന്നില്ല, നമുക്ക് എടുക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പോ ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? എന്തായിരുന്നു ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സിമ്പിൾസ്. ഓക്കെ, എന്താണ് എന്തെങ്കിലും ദുരന്തങ്ങൾ അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ഫയർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോഡുകൾ ഒരു 3 പ്രാവശ്യം അവിടെ ഇൻഫോം ചെയ്യും അല്ലെ? എല്ലാ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റു എക്യുപ്മെന്റ്സ് ആയാലും റെഡി ആയിട്ടിരിക്കാനുള്ള ഒരു കോഡാണ് നമ്മളിങ്ങനെ എന്താണ് അവിടെ വിളിച്ചു പറയുന്നത്. കേൾക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മദർ ഇൻ ലോ ഹോസ്പിറ്റലായിരുന്നപ്പോ ICUല് ആണ് കിടക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കോഡ് 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേൾക്കാം. അപ്പൊ എന്താണ് അവിടെ ഒരു പേഷ്യന്റ് വരുന്നത് എന്താണെങ്കിൽ ഇപ്പൊ വാർഡിൽ എന്തെങ്കിലും അറിയില്ല എന്താണെന്നുള്ളത്, വാർഡിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കോഡ് 2 ഇങ്ങനെ വിളിച്ച് പറയും. ഓക്കെ, കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാവാം, ഫസ്റ്റ് ഫ്ലോറിലാവാം, എന്തെങ്കിലും തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കോഡ് റെഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 പ്രാവശ്യം വിളിച്ച് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ കോഡ്സിനും ഓരോ ഫോമൊക്കെ നമ്മൾ ഡിസാസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇനി സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങി നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, hospital emergency codes are coded message often announced over a public address system of a hospital to alert the staff to various classes of and-side emergencies. The use of codes is intended to convey essential information quickly and with minimal misunderstanding to staff while preventing stress and panic among the visitors to hospital or are printed on employees' identification badge or ready reference. ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ എമർജൻസി കോഡ് ആണെങ്കിൽ നമ്മൾ എന്താണ് എന്തെങ്കിലും എമർജൻസീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ? നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു കാർഡിയാക് അറസ്റ്റ്, അതുപോലെ തന്നെ കോഡ് റെഡ്, തീപിടുത്തം, അങ്ങനെ എന്തെങ്കിലും ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? കോഡ് അനൗൺസ് ചെയ്യുന്നത് അല്ലെ? 3 പ്രാവശ്യം കോഡ് റെഡ് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും. അപ്പൊ അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ജോലി ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾ അലേർട്ട് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോഡുകൾ അവരെ അറിയിക്കുന്നത്. കോഡ് ഇങ്ങനെ അലേർട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ
ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ ആശുപത്രി സന്ദർശകർക്കിടയിൽ ഇപ്പോ എന്തെങ്കിലും ഇപ്പോ ഫയറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് ചിലപ്പോ പരിഭ്രാന്തരം, അതുപോലെ തന്നെ എന്താണ് ചിലപ്പോ ഓടാം, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ പേടിക്കാം അല്ലെ, പരിഭ്രാന്തിപ്പെടാം. അതുപോലെ തന്നെ അവര് എന്താണ് എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദം അല്ലെ, ചിലപ്പോൾ തീപിടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് പേടിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ വേഗത്തിൽ കുറഞ്ഞ തെറ്റിദ്ധാരണയില്ലാതെ ജീവനക്കാർക്ക് എത്തിക്കുന്നതിനാണ് ഈ കോഡുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ കോഡ് റെഡിന് കൂടി അങ്ങനെ 3 അലേർട്ട് കൊടുക്കുമ്പോഴും അലേർട്ട് ഇങ്ങനെ പറയുമ്പോഴും ഏത് ഫ്ലോറിലാണ്, എവിടെയാണ്, ഏത് റൂമിലാണ് ഒക്കെ അവരിങ്ങനെ വിളിച്ചു പറയും. ഓക്കെ, അപ്പൊ ജനങ്ങളുടെ ആ പേടി മാറ്റുന്നതിന് വേണ്ടിയിട്ടും കറക്റ്റ് ആയിട്ട് എവിടെയാണോ ഇത് ഉണ്ടായിട്ടുള്ളത്, ഫയർ എവിടെയാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇതിലുള്ള അലേർട്ടുകൾ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ജീവനക്കാരുടെ തിരിച്ചറിയൽ പാഡ്സ്, ഐഡന്റിഫിക്കേഷൻ, ആ ഐഡന്റി കാർഡില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഫറൻസുമായിട്ട് അത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ ഈ കുറെ കോഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവർ മറന്നു പോവാറുണ്ട്. പലതരത്തിലുള്ള ഇപ്പൊ കോഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ആണ്, കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് ആണ്, പല രീതിയിലുള്ള കോഡുകളുണ്ട്. അപ്പൊ ഓരോ കോഡുകളും എന്താണ് ചിലവർക്ക് ഓർത്ത് വെക്കാനോ ചിലർക്ക് കൺഫ്യൂഷൻ ആയിട്ട് മാറിപ്പോവാം. അതുകൊണ്ട് അവരുടെ ഐഡന്റിഫിക്കേഷൻ പാഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ID കാർഡില് ബാക്ക് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രിന്റ് ചെയ്ത് വെക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഈ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. In order for a call to be used, 1 minute. Okay. In order for a call to be useful in activating the response of a specific hospital personnel to give a situation, it is usually accompanied by a specific location description. Example, code red, second floor, corridor 3, room 12. Other codes, however, only signal hospital staff generally to prepare for the consequences of some external events such as a natural disaster. ഇവിടെ പറയുന്നത് എന്താണ്, നമുക്കൊരു പ്രത്യേക സാഹചര്യത്തോടുള്ള ആശുപത്രി ജീവനക്കാരുടെ പ്രതികരണം സജീവമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കോഡുകൾ ഉപയോഗപ്രദമാണ് അല്ലെ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ തീപിടുത്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ജീവനക്കാരുടെ പ്രതികരണം അല്ലെ, അവരാണ് എല്ലാ കാര്യങ്ങളും അല്ലെ, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, അവരാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഒരു പരിഭ്രാന്തിയോ പേടിയോ കൂടാതെ അവരെ അതിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ അവർക്കൊരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ജീവനക്കാർക്കുണ്ട്. സാധാരണയായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് എന്താണ് ഒരു റൂമിൽ എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, കോഡ് റെഡ് ആണെന്നുള്ളതും ഇൻഫോം ചെയ്യും. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഫ്ലോറിലാണ്, 2ാം നിലയിലാണ് അല്ലെ, കോറിഡോർ 3യിലാണ് ഇടനാഴി, അതുപോലെ തന്നെ റൂം നമ്പർ 12ലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി ഇൻഫോം ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റൂം ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതൊക്കെ റൂമിലാണ് ഏതിലാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ അലേർട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായിട്ട് വന്ന് ഐഡന്റിഫൈ ചെയ്ത് ആളുകളെ അവിടെ നിന്ന് ഒളിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay. Other codes, however, only signal hospital staff generally to prepare for the consequences of an external event such as a natural disaster. എന്നിരുന്നാലും മറ്റു കോഡുകൾ പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള ചില
ബാഹ്യമായ സംഭവങ്ങളുടെ അനന്തര ഫലങ്ങൾക്കായിട്ട് തയ്യാറെടുക്കാനായിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫിന് സൂചന മാത്രമാണ് അവിടെ നൽകുന്നത്, അല്ലെ? ഇപ്പൊ ഒരു പ്രകൃതി ദുരിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറെ ആളുകളെയൊക്കെ നമ്മൾ ചിലപ്പോ അവിടേക്ക് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം, അതുപോലെ തന്നെ കുറെ ആളുകൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ടുണ്ട്, ആ സൂചന മാത്രമാണ് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുക. ഹോസ്പിറ്റൽ ഭാഗത്ത് നിന്ന്, ഹോസ്പിറ്റലിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അവിടെ ചെന്ന് എത്തി പെട്ടെന്ന് തന്നെ ആളുകൾ ഇപ്പൊ ഓർഡർ ഇട്ടാണെങ്കിൽ ഇപ്പൊ 2ാം നിലയിലാണ്, ഇന്ന റൂമിലാണെന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് അവിടെ എത്തി എന്താണ് ഒരു സെക്യൂരിറ്റി പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രകൃതി ദുരന്തങ്ങൾ, ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒരു സൂചന മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്, എമർജൻസി കോഡ്സ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ആൻഡ് നോട്ടിഫൈ ദ മോസ്റ്റ് appropriate individuals of an event that requires an immediate response and actions. QHC uses the standardized emergency codes, including a color code system, which is set by the Ontario Hospital Association. Okay. ഇവിടെ പറയുന്നത് എന്താണ്, ഹോസ്പിറ്റൽ എമർജൻസി കോഡ്സ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ആൻഡ് നോട്ടിഫൈ ദ മോസ്റ്റ് appropriate individuals of an event that requires immediate response and actions. നമുക്ക് എന്തെങ്കിലും ഒരു ഇവന്റുകൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്, പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ അവര് എന്താണ് നോട്ടിഫൈ ചെയ്യുകയും അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ കറക്റ്റ് ആയിട്ട് അവരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് QHC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഹെൽത്ത് കെയർ, ക്വാളിറ്റി ഹെൽത്ത് കെയർ. ക്വാളിറ്റി ഹെൽത്ത് കെയർ ഓക്കെ, ക്വാളിറ്റി ഹെൽത്ത് കെയർ അതിൽ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള എന്താണ് എമർജൻസി ആയിട്ടുള്ള എന്താണ് എമർജൻസി ആയിട്ടുള്ള പ്രതികരണം, അതുപോലെ തന്നെ നടപടികളും ആവശ്യമായിട്ടുള്ള ഒരു സംഭവത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചറിയാനായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഏതാണോ അതിന് പറ്റിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിന് നമ്മള് പറഞ്ഞു വെച്ചിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ എമർജൻസി കോഡുകൾ യൂസ് ചെയ്യുന്നത്, അത് നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ആളുകളെ സേഫ്റ്റിയിലേക്ക് അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പറയുന്നത് കാനഡയിലെ ഈ ഒന്റാറിയോ ഹോസ്പിറ്റൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലെ ഹോസ്പിറ്റലാണ് കേട്ടോ, കാനഡയിലെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിലെ ഇംപ്രൂവ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് അവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഓൺടാറിയോ ഹോസ്പിറ്റൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതൊരു ഹോസ്പിറ്റലാണ്. അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓൺടാറിയോ ഹോസ്പിറ്റൽ അസോസിയേഷൻ സജ്ജമാക്കിയിട്ടുള്ള എമർജൻസി കോഡുകൾ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡേർഡ് കോഡുകൾ ക്വാളിറ്റി ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ വരുന്ന ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോ എന്താണ് അവിടെ ഓൺടാറിയോ ഹോസ്പിറ്റൽ അസോസിയേഷൻ സജ്ജമാക്കിയിട്ടുള്ള എമർജൻസി കോഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയറും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 4 പാരഗ്രാഫാണ് നമ്മൾ എടുത്തത്. പാരഗ്രാഫ് വായിച്ചു നോക്കാം.
വായിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ടല്ലോ അവിടെ. ഓക്കെ, ഹോസ്പിറ്റൽ എമർജൻസി കോഴ്സിന്റെ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വായിക്കാം കേട്ടോ. Definition. Hospital emergency codes are used in hospitals worldwide to alert staff to various emergencies. The use of codes is intended to convey essential information to gain and with minimal misunderstanding to staff while preventing stress and panic among visitors to the hospital. These codes may be posted on placards throughout the hospital or printed on employees' identification badge for ready references. Back of a hospital ID badge showing disaster codes, hospital emergency codes may denote different events at different hospitals, including those in the same community. Because many physicians work at more than one facility, this may lead to confusion in emergency. So, uniform system have been proposed. അപ്പോൾ എന്താണ് ഡെഫിനിഷനിൽ പറയുന്നത്? ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്? Hospital emergency codes are used in hospitals worldwide to alert staff to various emergencies. അല്ലെ, എന്താണ് ലോകമെമ്പാടും അല്ലെ, വേൾഡ് വൈഡ് ആയിട്ട് അല്ലെ, വേൾഡ് വൈഡ് ആയിട്ട് ആശുപത്രികളില് എന്താണ് വിവിധ എമർജൻസി കോഴ്സുകൾ ജീവനക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ കോഡുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. നമുക്ക് എന്തായാലും എമർജൻസി കോഡുകൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് അല്ലെ. എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇപ്പോ എന്താണ് എമർജൻസി പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പല കോഡുകൾ നമ്മൾ പഠിക്കും ഇനി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് നമ്മൾ എന്താണ് ഈ എമർജൻസി കോഡുകളുടെ നമ്മൾ അലേർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പേഷ്യൻസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഹോസ്പിറ്റലും ഈ എമർജൻസി കോഡുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? The use of codes is intended to convey essential information quickly and with the minimal misunderstanding to staff while preventing stress and panic among visitors to the hospital. എന്താണ് ആശുപത്രി സന്ദർശനത്തില് സമത്വവും പരിഭ്രാന്തിയും തടയുന്നതിനുമൊപ്പം ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ കുറഞ്ഞ തെറ്റിദ്ധാരണയും ഇല്ലാതെ എത്തിക്കുക എന്നതാണ് ഈ കോഡുകളുടെ ഉപയോഗം ലക്ഷ്യമിടുന്നത് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ മാറ്റാം എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അവരിലേക്ക് എത്തിക്കുക അല്ലെ. അതുപോലെ തന്നെ എന്താണ് അവരിലുണ്ടാവുന്ന തെറ്റിദ്ധാരണ മാറ്റാനായിട്ട്, അവര് പാനിക് ആവുന്നതൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ എമർജൻസി കോഡ്. These codes may be posted on placards throughout the hospital or printed on employee identification badge for ready reference. ഇനി ഈ കോഡുകൾ ആശുപത്രിയിലുടനീളം പ്ലക്കാർഡുകളിൽ പോസ്റ്റ് ചെയ്യുകയും റഫറൻസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അല്ലെ. ജീവനക്കാരെ തിരിച്ചറിയൽ ബാഡ്ജിൽ അത് പ്രിന്റ് ചെയ്തിട്ട് അത് റഫറൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. കുറേയധികം കോഡുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് അത് ഓർത്ത് വെക്കാനായിട്ട്. കോഡ് പിങ്ക് എന്താണ്, ഇന്നതാണ്, കോഡ് ബ്ലൂ എന്താണ്, കോഡ് റെഡ് എന്താണ്, കോഡ് ബ്ലാക്ക് എന്താണ്, കോഡ് ഗ്രീൻ എന്താണ്, കോഡ് ഓറഞ്ച് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാഫുകൾക്ക് അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കോഡുകളും അവരുടെ വർക്കിന്റെ ഇടയിൽ ഈ കോഡുകൾ ഓർത്ത് വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താണ്, പ്ലക്കാർഡുകളായിട്ടുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം അത് എന്ത് ചെയ്യുന്നൊക്കെ പോസ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പറയുന്നത് അവരുടെ ബാഡ്സ് ഉണ്ടാവുമല്ലോ, ഐഡന്റിഫിക്കേഷൻ ബാഡ്സിൽ അത് പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കാനായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
offering hospital ID badge showing disaster codes. Hospital emergency codes may denote different events and different hospital, including those in the same community. അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ കോഡുകൾ കാണിക്കുന്നത് ഹോസ്പിറ്റലില് എന്താണ് ID ബാഡ്ജിന്റെ പിൻഭാഗത്താണ് ഡിസാസ്റ്ററിന്റെ കോഡുകള് പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ പിൻഭാഗത്ത് ID കാർഡിന്റെ പിൻഭാഗത്താണ്. അതുപോലെ തന്നെ ആശുപത്രി എമർജൻസി കോഡുകൾ ഒരേ സമൂഹത്തിലുള്ളവ ഉൾപ്പെടുന്ന വ്യത്യസ്ത ആശുപത്രിയിലെ വ്യത്യസ്ത സംഭവങ്ങളെ സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, ചിലപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കോഡായിരിക്കില്ല വേറൊരു രീതിയിൽ കോഡ്. തീപിടുത്തത്തിന് തന്നെ നമ്മൾ കോഡ് എന്താണ് റിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റു ഹോസ്പിറ്റലുകളിൽ മറ്റ് കോഡായിട്ടും അത് യൂസ് ചെയ്യുന്നത് ചിലപ്പോ പല രീതിയിലും വേറെ കളറിലും അത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആ കോഡുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഡിപ്ലോമയില് പഠിച്ചതിൽ ഇപ്പൊ പിങ്ക് ആയിരിക്കില്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് പിങ്കിന്റെ എക്സ്പാൻഡ് ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ അത് വ്യത്യാസം ഉണ്ടാവും. ഓരോ ഹോസ്പിറ്റലിനനുസരിച്ചും അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, മിസ് പഠിപ്പിക്കുന്നത് തെറ്റാണ് അങ്ങനെ പറയരുത്. കാരണം എന്താ, ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഡിപ്ലോമ പഠിച്ചത് ചിലപ്പോൾ വേറെ ആയിരിക്കാം, ഇതിൽ പഠിക്കുന്നത് വേറെയാണ്. എന്ന് വെച്ചാല് ചിലതുകൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് കാണുമ്പോൾ മനസ്സിലാവും. Okay, because may physician work at more than one facility, this may lead to confusion in emergency. The uniform system have been proposed. അതുപോലെ തന്നെ പല ഡോക്ടേഴ്സും ഒന്നിലധികം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനാൽ ഇത് അടിയന്തര സാഹചര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കാം. അതിനാൽ ഏകീകൃത സംവിധാനങ്ങള് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെ, ഇത്തരത്തിലുള്ള നമുക്കറിയാം കുറെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഓരോ സ്റ്റാഫിനും ഫിസിഷ്യൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നഴ്സുമാരായിക്കോട്ടെ, മറ്റു ടെക്നിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ, അവർക്കൊക്കെ എന്താണ് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതിനിടയിലാണ് ഇങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിലെ ഭാഗത്തുനിന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടിയന്തര കോഡുകൾ നമ്മൾ ഓർത്തു വെച്ചാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ID കാർഡിന്റെ ബാക്ക് സൈഡിലൊക്കെ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലക്കാർഡുകളിൽ നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അത് എന്താണ് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പേഷ്യൻസിനായാലും മറ്റു വിസിറ്റേഴ്സിനൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അയച്ചു
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം കേട്ടോ. എമർജൻസി കോഡ് ആൻഡ് പ്രിപ്പയർഡ്നെസ്. എമർജൻസി കോഡ് ആൻഡ് പ്രിപ്പയർഡ്നെസ്. ഫസ്റ്റ് വൺ, എന്താണ് എമർജൻസി കോഡ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ആൻ എമർജൻസി കോഡ്? An emergency code is a signal indicating an event that demands prompt attention. Underline ചെയ്തേ, എന്താണ് എമർജൻസി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ is a signal indicating an event that demands prompt attention. Underline ചെയ്യാട്ടോ, ചോദിക്കാവുന്നതാണ്. എന്താണ് അടിയന്തര കോഡുകൾ അല്ലെങ്കിൽ എമർജൻസി കോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ശ്രദ്ധ ആവശ്യമുള്ള ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ, അല്ലെ, സിഗ്നൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എമർജൻസി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ശ്രദ്ധ ആവശ്യമുള്ള ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു സിഗ്നലിനെയാണ് നമ്മൾ പറയുന്നത് എമർജൻസി കോഡ്. Underline ചെയ്യാ, an emergency code is a signal indicating an event that demands prompt attention. ഇനി എന്താണ്? Preparing for the unexpected. Emergency can strike anywhere and at any time. In the spirit of proactivity, we encourage you to have your own emergency preparedness plan. Strike എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പണിമുടക്കം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഈ ബസ് സ്ട്രൈക്ക് ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? ഓക്കെ, പണിയുടെ മുടക്കം വരുത്താം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നത് എമർജൻസീസ് ക്യാൻ സ്ട്രൈക്ക് എനിവെയർ ആൻഡ് എനി ടൈം, അല്ലെ? എമർജൻസി എപ്പോ വേണമെങ്കിലും നമുക്ക് എന്താണ്? അടിയന്തര സാഹചര്യം എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാം, അല്ലെ? പെട്ടെന്നാണ് വരുന്നത്. ഇപ്പോൾ ഡിസാസ്റ്റർ ഒക്കെ നമ്മള് ഡിസാസ്റ്റർ ഇന്ന ദിവസം ഇന്ന ടൈമിൽ വരും എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഫ്ലഡ് ഉണ്ടായി അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് 2014 ഫ്ലഡ് വന്നു. അപ്പൊ എന്താണ് നമ്മൾ വിചാരിക്കുന്നത്? ഫ്ലഡ് ഉണ്ടാവും, ഇന്ന ദിവസമാണ്, ഇന്ന ടൈമാണ് എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് എപ്പോ വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും വരുന്നതാണല്ലേ. നമ്മള് മുൻകൂട്ടി തീരുമാനിക്കാതെ ചിലപ്പോ കിടന്നുറങ്ങുന്ന ടൈമിലൊക്കെ ആയിരിക്കാം ആളുകളുടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ അങ്ങനെയായിരുന്നു. വെളുപ്പിന് ഒക്കെയാണ് മുറിയിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിലൊക്കെ ആളുകള് വളരെ ഒരു എന്താ പറയാ ഒട്ടും വിചാരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഫ്ലഡ് ഉണ്ടായ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടമൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു അല്ലെ പേടിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ വരാതിരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? വീട്ടിലേക്കൊക്കെ പോകും. ഞങ്ങൾ ക്യാമ്പിലൊക്കെയാണ് താമസിച്ചിരുന്നത്. എല്ലാവരും ക്യാമ്പിലായിരുന്നോ താമസിച്ച? ആണോ? ഫ്ലഡ് ഉണ്ടായ ടൈമില് അല്ല, വീട്ടിൽ വെള്ളം കയറിയില്ല? കയറിയിരുന്നോ? കേറിയിട്ടില്ല. ചിലരുടെ വീട്ടിലൊക്കെ കേറിയില്ല അല്ലെ? ഭാഗ്യവാന്മാര് എന്ന് പറയാൻ പറ്റുമല്ലോ നമുക്ക്. കേറിയവർക്കൊക്കെ നിങ്ങളൊക്കെ ക്യാമ്പിലാണ് താമസിച്ച ആ ടൈമില്. അപ്പോ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു. ഓക്കെ ഓക്കെ, കേറിയിട്ടില്ല. ഓക്കെ, അപ്പൊ ക്യാമ്പിൽ നിന്ന് ഒരാഴ്ചയോളം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് ഹസ്ബൻഡിന്റെ അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് പ്രായമായവരാണ്. അപ്പൊ അവരൊക്കെ പെട്ടെന്ന് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോ ക്യാമ്പിലായിരുന്നു, ഒരാഴ്ച അവിടെ നിന്നിരുന്നു. വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് തുടക്കലും അടിക്കലും നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെളിയും അതിങ്ങനെ ഒരു അരഭാഗം, നമ്മുടെ ഒരു അരഭാഗം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി. അപ്പോ എല്ലാ കാര്യങ്ങളും പാത്രങ്ങളായാലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മള് പിന്നീട് കഴുകി വൃത്തിയാക്കി ഇതൊക്കെ എടുത്ത് വരുമ്പോൾ ടൈം എടുക്കുമല്ലോ. അതുപോലെ തന്നെ എല്ലാ ദിവസവും പോയിട്ട് തുടക്കലും അടിക്കലൊക്കെയാണ്. പക്ഷെ എന്നാൽ ആ സ്മെല്ല് പോകുന്നുണ്ടായിരുന്നില്ല.
പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ആയത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞ ക്യാമ്പിൽ നിൽക്കുന്നതൊക്കെ നല്ല ഒരു രസമായിരുന്നു അല്ലെ, എല്ലാവരും കൂടി ചേർന്ന്. ഓക്കെ, റിലേറ്റീവിന്റെ വീട്ടിൽ നിന്നല്ലേ. ഓക്കെ ഓക്കെ, അതും ഒരു രസമാണ് ശരിക്കും പറഞ്ഞാല്. റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വിചാരിക്കാത്തൊരു സന്ദർഭമായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോ ചിരിച്ചും കളിച്ചും അല്ലെ. അതുപോലെ തന്നെയാണ് ക്യാമ്പിൽ ഞങ്ങളുടെ ഭാഗത്ത്, ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് എല്ലാവരും നൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരും എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് എത്തിക്കും. വൈകുന്നേരം ആകുമ്പോ പിന്നെ ഫുഡ് എന്ന് വെച്ചാല് അവിടെ ഒരു ഹാളിലായിരുന്നു ഞങ്ങൾ വെച്ചത്. അപ്പൊ അവിടെ എന്താ എല്ലാവരും കൂടി കറികളും ചോറൊക്കെ ഉണ്ടാക്കി ഞങ്ങളും പോയി സഹായിക്കും. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയിൽ നടക്കും. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ നടക്കാം, ചായ കുടിക്കാൻ പോയി. അങ്ങനെ 7 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു 7 കുടുംബങ്ങൾക്ക് നിൽക്കാനായിട്ട്. അഡ്ജസ്റ്റ് ചെയ്തു അല്ലെ, നമ്മളെവിടെ അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലെ. വേറെ ആരുടെ വീട്ടിൽ വെള്ളം കയറിയില്ലേ? നിങ്ങളുടെ വീട്ടിൽ മാത്രം കയറിയുള്ളോ? വേറെ ആരുടെ വിശേഷം ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ബോറടിക്കുന്ന കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന. എല്ലാവരും ഉറക്കത്തിലായ? ക്യാമ്പിൽ പോയവരുണ്ടോ? ഇല്ല, ആരും ഒന്നും വീട്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? ഇവിടെ തന്നെ ഉണ്ടല്ല അവൻ ചേച്ചിയുടെ വീട്ടില. ഓ, വീട് ഫുള്ളും മുങ്ങി. അപ്പൊ ഒരു സാധനം ബാക്കി കാണുന്നുണ്ടാവില്ലല്ലോ. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അരഭാഗം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം. അപ്പൊ ഫ്രിഡ്ജൊക്കെ മേലേക്ക് കയറ്റി വെച്ച്, ഡ്രസ്സുകളായാലും മേലേക്ക് നിലയിലേക്ക് കയറ്റി വെച്ച്, അതുപോലെ തന്നെ ബെഡ് ഒക്കെ ഉണ്ടല്ലോ, ബെഡൊക്കെ അലമാരുടെ മുകളിലേക്ക് കയറ്റി വെച്ച്. അപ്പൊ അതിനകത്തൊന്നും വെള്ളം കയറിയില്ല. അങ്ങനെ ഓക്കെ, കുറെ നഷ്ടങ്ങളും കാര്യങ്ങളും വന്നു. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ബെഡൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിലൊക്കെ ആയതുകൊണ്ട് അതെ, യൂസ് ചെയ്യാൻ പറ്റില്ല. ഫുൾ മേഘയുടെയൊക്കെ വീട്ടിൽ ഫുൾ മുങ്ങിയെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഒന്നും പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലവരുടെ TV, കമ്പ്യൂട്ടർ ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ എന്റെ വീട്ടില്, എന്റെ സ്വന്തം വീട്ടിലൊക്കെ ഫ്രിഡ്ജൊക്കെ മുങ്ങിയിട്ട് അത് കട്ടിന്റെ പുറത്തൊക്കെ കയറ്റി വെച്ചത്. പക്ഷെ അത് വെള്ളം കൂടുതൽ കുത്തിയപ്പോ അതില് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നീട് റിപ്പയർ ചെയ്തിട്ട് എടുത്തു. അങ്ങനെ എല്ലാം പോയി അല്ലേ. നമ്മൾ വിചാരിക്കുന്നില്ല ഇത്രയും വെള്ളം കീഴുന്നൊന്നും വിചാരിക്കുന്നില്ല. ഞങ്ങൾ തറവാട്ടിലൊക്കെ ഫുള്ളും മേഘയുടെ വീട് പോലെ തന്നെ ഫുള്ള് മുങ്ങി. അവിടെയൊക്കെ അതിന്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയതായിരുന്നു. അത് പിന്നെ അങ്ങനെ ഇതായിപ്പോയി. ലഭില്ല. ഓക്കെ, ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ടു അല്ലേ. അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നഷ്ടം വരുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Preparing for unexpected emergencies can strike anywhere and any time in the spirit of proactivity.
we encourage you to have your own emergency preparedness plan. അപ്പൊ എന്താണ് അടിയന്തര സാഹചര്യങ്ങള് എപ്പോ വരും, എവിടെ എങ്ങനെ വരും എന്നൊന്നും നമുക്ക് എന്താണ് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് സ്വന്തമായിട്ട് അടിയന്തര ആവശ്യത്തിനുള്ള തയ്യാറെടുപ്പ് പ്ലാൻ എന്താണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇപ്പം എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പൊ തീപിടുത്തം, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി, അല്ലെങ്കിൽ എന്താ പറയാ ഡിസാസ്റ്റർ വന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫുകളൊക്കെ എന്താണ് അവർക്ക് എന്താണ് അതിനുള്ള പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ നമ്മൾ തരണം ചെയ്യണം, പേഷ്യൻസിന് എങ്ങനെയുള്ള സേഫ്റ്റികളും സെക്യൂരിറ്റികളും ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, അവർക്ക് അതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അടിയന്തരമായിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ അതിൽ നിന്ന് തരണം ചെയ്യാം എന്നുള്ളൊരു പ്രിപ്പയർനെസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. മോക്ക് ഡ്രിൽസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റിലെ ഫോർമുലാസിലൊക്കെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഡിപ്ലോമയിൽ പഠിച്ചത് മോക്ക് ഡ്രിൽസ് ഒക്കെ. എന്താ മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാല്? എന്താ മോക്ക് ഡ്രിൽസ്? ഒരു തയ്യാറെടുപ്പാണല്ലേ അല്ലെ. ഏതെങ്കിലും എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണത് തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത്. ഇപ്പോ അതെ എന്താണ് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഇപ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എന്താണ് ആ തീ വരുന്നത്, അല്ലെങ്കിൽ തീ എങ്ങനെ കെടുത്താം എന്നുള്ളത് സ്റ്റേഷനിലൊക്കെ പോലീസുകാരൊക്കെ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഓരോ ക്ലാസ്സുകൾ, അവയർനെസ് ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. NSSന്റെ ഭാഗമൊക്കെ ആയിട്ട് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടാരെങ്കിലും? അതുപോലെ തന്നെയാണ് ഈ എന്താ ഇപ്പോ പെട്ടെന്ന് ഒരാള് വഴിയിൽ ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീണുമ്പോ അയാൾക്ക് എങ്ങനെ CPR കൊടുക്കാം എന്നുള്ളതും എന്താണ് സ്റ്റേഷനിൽ നിന്നൊക്കെ പോലീസുകാർ വന്നിട്ട് ഞങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താ +2-കാർക്ക് +1-കാർക്കൊക്കെ ഇങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുമ്പോ അവരെന്താണ് ഡെമോ കാണിച്ചു തരും. എന്താണ് ഡെമ്മീനെ നമ്മൾ താഴ്ത്തിയിട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ കൈ പിടിക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ CPR, എത്ര ടൈം നമ്മൾ CPR കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡെമോ അവര് കാണിച്ചു തരാറുണ്ട്. അപ്പൊ എന്താണ് അങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ ചിലപ്പോ വഴിയിൽ കൂടി നിങ്ങൾ ആരെങ്കിലും നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ തളർന്നു വീഴുക, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അയ്യോ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ CPR കൊടുക്കുന്നത് അറിയാമെങ്കിൽ എന്താണ് അയാൾ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിലേക്ക് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെ. ഇല്ലേ, പല റീൽസുകളും കാണുന്നുണ്ട് അല്ലെ. ഇപ്പൊ 19 വയസ്സായ ഒരു കുട്ടി കുഴഞ്ഞു വീണ മനുഷ്യർ കണ്ടാ നിങ്ങള്? റീൽസില് ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടിട്ടുണ്ടാ? ആരും കണ്ടിട്ടില്ല? കണ്ടില്ലേ ആരും? ഇല്ല, കണ്ടു. ഓക്കെ. അപ്പൊ എന്താണ് ഈ വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തതിന്റെ ഭാഗമായിട്ടാണെന്ന് ആളുകൾ പറയുന്നത്. വാക്സിൻ എന്താണ് കോവിഡ് വന്നപ്പോ നമ്മള് വാക്സിൻ എടുത്തല്ലേ, കോവിഷീൽഡ് കോവാക്സിൻ ഒക്കെ. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ആ കമ്പനി തന്നെ സമ്മതിച്ചു എന്ന് പറയുന്നത് കോർട്ടില്. എന്താണ് രക്തം കട്ട പിടിക്കുന്നു, അല്ലെങ്കിൽ കട്ട പിടിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാകും എന്നുള്ളത് ഭാവിയില്. ചില ആളുകൾക്കൊക്കെ അങ്ങനെ വന്ന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ എന്താ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് പലരും മരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ കോവാക്സിനും കോവിഷീൽഡും ഒക്കെ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ അപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അയാളെ എങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം എന്നുള്ളൊരു രീതിയിലാണ് ഇങ്ങനെയുള്ള മോക്ക് ഡ്രിൽസുകള് നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് അവര് അവയർനെസ് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്.
എന്താണ് ഏതൊരു അടിയന്തര ഒരു സാഹചര്യം നമുക്ക് എന്താണ് എപ്പോ വേണമെങ്കിലും വരാമെന്നാ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ മുൻകരുതല് അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് അടിയന്തര ആവശ്യത്തിനുള്ള തയ്യാറെടുപ്പ് പ്ലാൻ നടത്തേണ്ടത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സ്കൂളിലൊക്കെ നമുക്ക് ക്ലാസ്സുകള് അല്ലെങ്കിൽ പലർക്കും അവയർനെസ് ക്ലാസ്സുകൾ കോളേജിലൊക്കെ അവയർനെസ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും വരെ എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, നിർത്താം. ഒന്ന് വായിച്ചു നോക്കി ഡെഫിനിഷൻ, അതുപോലെ തന്നെ എന്താണ് എമർജൻസി കോഡ്, പ്രിപ്പയറിംഗ് ഫോർ അൺഎക്സ്പെക്ടഡ്. ഇത്രയും വരെ ഒന്ന് വായിച്ചു കേട്ടോ. ക്ലിയർ ആണോ ഇത്രയും വരെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.